നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വളരെയധികം ക്യൂരിയസോടെ വളരെയധികം ആ, കുറച്ച് ടെൻഷനായിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ആളുകൾ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ മാർക്കറ്റ് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഓൾറെഡി തന്നെ സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ സെബി ഈ ഒരു അലിഗേഷനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ചെയർപേഴ്സൺ ഇതിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ഇടിവിലേക്ക് മാർക്കറ്റിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എല്ലാ ആളുകളുടെയും വിശ്വാസം. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ആയിട്ടുള്ള US മാർക്കറ്റ് എല്ലാം തന്നെ പൊതുവേ ഒരു മാർക്കറ്റിനൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിലനിർത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഓൾറെഡി തന്നെ ആഗോള മാർക്കറ്റുകൾ വലിയ തോതിലൊരു സെൽ ഓഫ് നടന്നു. ഒരു ചെറിയ രീതിയിൽ ഇത് എങ്കിൽ കൂടിയും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യയും യൂറോപ്പും US-ഉം ഏഷ്യയും ജപ്പാനും അതെല്ലാം തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ആഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പോസിറ്റീവ് ക്ലോസും നടത്തിയിട്ടുണ്ട് US മാർക്കറ്റ്. എങ്കിലും ഈ ഒരാഴ്ചയിൽ US-ൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇൻഫ്ലേഷൻ ഡേറ്റ, ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ വരുന്നതാണ്. അത് നമ്മുടെ ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് സ്റ്റിൽ ആ ഡേറ്റ അവൈലബിൾ ആണ്. ട്രേഡ് ബഡി എന്ന് പറയുന്ന നമ്മുടെ ടാബിൽ അത് ലഭ്യമാണ്. അത് ട്രേഡ് ബഡിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആഴ്ചയിൽ വരുന്ന നമ്മുടെ ഈവൻറ്റുകൾ അനുസരിച്ച് മാത്രം നമ്മുടെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക. ജപ്പാനിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് പ്രശ്നം കൊണ്ട് ഇടിവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. US-ലെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ ഇടിവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആഗോള മാർക്കറ്റിലെ ഈവൻറ്റ് അത് അറിയാതെ, അത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ളൊരു ട്രേഡിങ് നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെ വെബ്സൈറ്റിൽ അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ബിറ്റ്കോയിൻ 58, ബ്രന്റ് ഓയിൽ 79, ഗോൾഡ് $2,427 പെർ ഔൺസ്. ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ചൈന ചെറിയ രീതിയിൽ ഫ്ലാറ്റാണ്. കൊറിയയും ജപ്പാനും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ഡോ ഫ്യൂച്ചർ എന്നാൽ 47 പോയിൻറ്റിൻ്റെ മൈനസിലാണ് കാണിക്കുന്നത്. ഇന്നത്തെ പ്രധാന ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. 57,458 ബാങ്ക് എക്സിൻ്റെ സ്പോട്ടുള്ളത്. 57,000, 56,500 സപ്പോർട്ടും 58,000, 58,500 റെസിസ്റ്റൻസ് ആണ്. ബാങ്ക് എക്സ് എന്ന് പറയുന്നത് സെൻസെക്സിലെ ഉള്ള ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സ് ആണ്. ഇനി നിഫ്റ്റിയുടെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ഇന്നാണ് കേട്ടോ. നിഫ്റ്റിയുടെ സ്പോട്ട് 24,367, മേജർ സപ്പോർട്ട് സോൺ 24,000, റെസിസ്റ്റൻസ് ആയിട്ട് 24,400 ഉണ്ട്. അതിനുശേഷം 500ഉം കുറച്ചധികം പോയിന്റുകൾ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. കാരണം PCR 0.8 ആണ്, അതായത് 1ൽ താഴെയാണ്. ഇനി ഇന്ന് മാർക്കറ്റിൽ ചർച്ച ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. സൈമൺസിൻ്റെ റിസൾട്ട്, ടെക്നോളജി കമ്പനിയായിട്ടുള്ള സൈമൺസ് 26% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. CESC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഇയർ വർദ്ധിച്ചു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് സൺ TV കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കമ്പനി അവർ വലിയ ടയറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവർ 47% ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഹൊനാസ കൺസ്യൂമർ കമ്പനി, മാമ എർത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ അവരുടെ പ്രൊമോട്ടേഴ്സാണ് ഹൊനാസ കൺസ്യൂമർ. നെറ്റ് പ്രോഫിറ്റ് 63% ഇയർ വർധനവ് രേഖപ്പെടുത്തി. ബജാജ് കൺസ്യൂമർ FMCG കമ്പനിയാണ്. 20% ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ കമ്പനി, ഇവർക്ക് 400 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഒരു ഓർഡർ രാജസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ONGC കമ്പനി, ഗവൺമെൻറ് ONGCയിൽ ഏകദേശം ഒരു 10,501 കോടി രൂപ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ കമ്പനി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 70% അപ്പായി 291 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, അവർക്ക് 4,673 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. മെട്രോ ബ്രാൻഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1.3% കുറവാണ് രേഖപ്പെടുത്തിയത്. റവന്യൂ 1.1% കുറവ് രേഖപ്പെടുത്തി. അവൻസ് എൻ്റർപ്രൈസസ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 1:5 റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പരമാവധി ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടാൻ ശ്രമിക്കാം. ടെലഗ്രാം ചാനലിലെ ലിങ്കും ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം.
അപ്പോൾ വീണ്ടും വരികയാണെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഒന്നും തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അത് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്ത ഇന്ത്യൻ സമയം ഏകദേശം ഒരു 2 AM ഗിഫ്റ്റ് നിഫ്റ്റി ഇതേ രീതിയിലാണ് ഉണ്ടായത്. ഇപ്പോഴും ഇല്ല. ഇനിയിപ്പോൾ അതായത് ആ ഒരു അലിഗേഷൻ കാരണം ഗിഫ്റ്റ് നിഫ്റ്റി വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി ഒന്നും ചെന്ന് ചെയ്തിട്ടില്ല. ഗിഫ്റ്റ് നിഫ്റ്റി US മാർക്കറ്റ് ഇടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 50 പോയിൻറ്റ് നമ്മൾ ന്യൂസ് ഇപ്പോൾ റീഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു 30 പോയിൻറ്റിൻ്റെ ഒരു മൈനസാണ് ഉള്ളത്. അത് US ഫ്യൂച്ചറും നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ 40 പോയിൻറ്റ് മൈനസിലാണ് US ഫ്യൂച്ചർ ഉള്ളത്. US ഫ്യൂച്ചർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് ടൈം അതേപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യപ്പെടാറ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതിനർത്ഥം ഇന്ന് US ഫ്യൂച്ചർ നമ്മുടെ ട്രേഡിംഗ് ടൈമിൽ ഇടിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളുടെ മാർക്കറ്റിലും കാണും. അത് നേരത്തെ പറഞ്ഞ അലിഗേഷൻ്റെ ഭാഗമായിട്ട് അല്ല. കാരണം US മാർക്കറ്റ് ഇടിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നിഫ്റ്റി റാലി രേഖപ്പെടുത്താറില്ല. അപ്പോൾ US മാർക്കറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഇന്ന് നിഫ്റ്റിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ അലിഗേഷൻ ആസ് ഓഫ് നൗ ഇപ്പോൾ വീണ്ടും കാണിക്കുന്നത് സെബി പറഞ്ഞിരുന്നത് മറ്റുള്ള ന്യൂസ് സോഴ്സുകളെല്ലാം തന്നെ പറയുന്നത് ഇത് ഓൾറെഡി തന്നെ ഒരു പ്രാവശ്യം റിയാക്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതേ റീസൺ കൊണ്ട് ഈവൻ അദാനി സ്റ്റോക്കുകളിലും ഒരു റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പിന്നെ മാർക്കറ്റാണ്, ആളുകളുടെ ഹ്യൂജ് പാർട്ടിസിപ്പൻസ് ആണ്, ഇതിൽ ഫെയേഴ്സ് ഉണ്ട്, അവരുടെ ആക്ടിവിറ്റീസൊക്കെ മാർക്കറ്റ് ടൈമിലാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി തന്നെ ഒരു സ്പെക്കുലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് അതിനെ മുകളിൽ കൊണ്ടുപോയി നമ്മൾ സ്പെക്കുലേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമായിരിക്കില്ല. കാരണം ബൗൺസ് ബാക്ക് ഉണ്ടാവാം. അപ്പോൾ എനിവേ മാർക്കറ്റ് ഫസ്റ്റ് ഹാഫ് ആൻ അവർ മാർക്കറ്റിൽ വലിയ റിയാക്ഷൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. കെയർഫുൾ ആവുക എപ്പോഴും പോലെ. താങ്ക് യു.